കുരുവട്ടൂർ തരീക്കത്തും ഗോർഷാഹി തരീക്കത്തും അങ്ങനെ എത്ര എത്ര തരീക്കത്തുകൾ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഇസ്ലാമിൻ്റെ തനതായ രൂപം അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണെന്ന് അറിയാത്തവർ വളരെ കുറവാണ്. വഹാബികൾക്ക് പോലും അറിയാം, എതിരാളികൾക്ക് പോലും അറിയാം, അതനുസരിച്ച് ജീവിക്കാത്തവർക്കും അറിയാം യഥാർത്ഥ വഴി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വഴിയാണെന്ന്. പക്ഷേ അതൊക്കെ തകർത്തിട്ട് ഭൗതിക ലാഭത്തിന് വേണ്ടി പരിശുദ്ധ ദീനിനെ വിൽക്കുന്ന, ചൂഷണം നടത്തുന്ന ഒരു വിഭാഗം, പരിശുദ്ധ ദീനിനെ തിരിമറി നടത്തി ജനങ്ങളിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം, ജമ, മുജ, ഖാദിയാനി, തബ്ലീഗ്, ചേകനൂര്, അറ്റ അലവലാദികൾ ഒരു ഭാഗത്ത്, പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിൻ്റെ മറവിൽ മഹാന്മാരായ ഔലിയാക്കന്മാരെ സ്നേഹിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ മൊത്തക്കുത്തക അവകാശപ്പെടുന്ന ചില കള്ളത്തെരീക്കത്തുകൾ. ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്താൻ പല വഴിയിൽ നിന്നും പലരും വരും. നമ്മൾ പഠിച്ചു വെച്ച വിശ്വാസ ആദർശത്തെ നശിപ്പിക്കാൻ വേണ്ടി മഹാന്മാരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇരുവിഭാഗം പണ്ഡിതന്മാരും നമ്മുടെ കാവൽഭടന്മാരാണ്, നമ്മുടെ ഈമാനെ സംരക്ഷിക്കുന്ന ആളുകളാണ്. അവരുടെ പിന്നിൽ അണിനിരക്കാതെ കണ്ട കള്ളത്തെരീക്കത്തുകളിലൊക്കെ പോയി ഈമാൻ നഷ്ടപ്പെടുത്തുന്ന ആളുകളോട് വളരെ വിനയപുരസ്സരം പറയാണ്, ഒന്ന് നിർത്തുക. ദീനിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ആത്മാർത്ഥമായി നിങ്ങളുടെ ഈ കള്ളക്കഥകളും കള്ളശ്രമങ്ങളും നിർത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഷിയാക്കൾ അലി റളിയല്ലാഹു അൻഹുവായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ അവർ അലി റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞുകൊണ്ടാണ് രംഗത്തിറങ്ങുന്നത്. എന്നതുപോലെ കുരുവട്ടൂരികൾ നല്ലൊരു ശതമാനം ഇല്ല, ഫുള്ള് മഹാനായ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുമായി യാതൊരു ബന്ധവുമില്ല, ജീവിതത്തിൽ കണ്ടിട്ടില്ല, അവിടുത്തെ ഒന്നും അറിയില്ല. എന്തൊക്കെയോ ആരൊക്കെയോ പറയണത് കേട്ടിട്ട് അതിൽ നമ്മളൊക്കെ വിശ്വസിച്ചിരിക്കുകയാണ്. എനിക്കൊക്കെ അൽഹംദുലില്ലാ നേരിട്ട് കാണാനും അവിടുത്തെ കവളത്ത് ഉമ്മ വെച്ച് കൊടുക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് തവണ കാണാനുള്ള ഭാഗ്യവും കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ CM വലിയുല്ലാഹി മഹാനവറുകൾ വലിയാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല, വലിയ മഹാനാണ്. പക്ഷെ ആ മഹാന്റെ പേരും പറഞ്ഞിട്ട് മഹാനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾ അദ്ദേഹത്തിൻ്റെ മൊത്തക്കുത്തക അവകാശപ്പെട്ട് നടക്കുന്നൊരു വിഭാഗമാണ് കുരുവട്ടൂരികളെന്ന കള്ളത്തെരീക്കത്ത്. എന്നിട്ട് ഉള്ള ആലിമീങ്ങളൊക്കെ കുറ്റം പറഞ്ഞ് ആക്ഷേപിച്ച് 24 മണിക്കൂറും അതിനു വേണ്ടി സ്റ്റേജ് കെട്ടി, അതല്ലാതെ മറ്റൊന്നുമില്ല. തെരീക്കത്ത് എന്ന് ഒരാൾ കൂടിയാൽ, ഇപ്പോൾ യഥാർത്ഥ തെരീക്കത്ത് എല്ലാത്തിനും ഉണ്ടാവും ഡൂബിളി. ഖാദിരിയ, റിഫാഴിയ തുടങ്ങിയ നല്ല നല്ല തെരീക്കത്തുകൾക്ക് ഡൂബിളി ഉണ്ട്. റസൂലുള്ളാഹിക്ക് പോലും ഡൂബിളി വന്നില്ലേ, മുസൈലിമത്തുൽ കദ്ദാബ്. എന്നതുപോലെ ഖാദിരിയ, റിഫാഴിയ, നക്ഷബന്ദിയ തുടങ്ങിയ നല്ല നല്ല തെരീക്കത്തുകൾക്ക് ഡൂബിളി വന്ന ഒരുപാട് തെരീക്കത്തുകളുണ്ട്. ഖവാരിജിയാക്കളെയും മുഅ്തസിലിയാക്കളുടെയും റാഫിളിയാക്കളുടെയൊക്കെ വിശ്വാസം പേറി നടക്കുന്ന ഈ കുരുവട്ടൂരി തെരീക്കത്തുകളും, അതുപോലെ ഇപ്പോൾ ഗോഹിർ ഷാഹി തെരീക്കത്ത് എന്ന് പറഞ്ഞ് വേറൊന്ന് വന്നിട്ടുണ്ട്. ഞാൻ ചിന്തിക്കുകയാണ് നമ്മുടെ ആലിമീങ്ങളെ പവർ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ, ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ്, പേരോട് ഉസ്താദിനെ പോലത്തെ പണ്ഡിതന്മാരില്ലെങ്കിൽ മുട്ടിന് തെരീക്കത്തുകൾ പൊന്തുമായിരുന്നു. അത് പൊന്താത്ത എന്താണെന്നറിയോ, ഇവരെ പേടിച്ചിട്ടാ. എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൂട്ടുന്നതെന്ന് യാതൊരു മടിയുമില്ല. CM വലിയുള്ളാക്ക് തിളക്കം ചൊല്ലിക്കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തൊക്കെയാണ് പറയണത് ഒരു പിടുത്തമില്ല. എന്തൊക്കെയോ തോന്നിയതൊക്കെ വിളിച്ചു പറയാം. കിബിർ വന്നാൽ, അഹംഭാവം വന്നാൽ, ഒരാളോട് വെറുപ്പ് വന്നാൽ
ഒരു പ്രസ്ഥാനത്തെ വെറുപ്പ് വന്നാൽ എന്തൊക്കെയോ വിളിച്ചു പറയാം. ഒരു തെളിവില്ലാതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാൻ വേണ്ടി ഒരു വിഭാഗം അതിനായി മെനക്കെടുക. സത്യത്തിൽ തരീഖത്തിലേക്ക് ഒരാൾ കടന്നാൽ അയാൾ സൂഫിസത്തിൽ ഒരാളെയും കുറ്റപ്പെടുത്താതെ നല്ല മട്ടത്തിൽ ജീവിക്കലാണ് സത്യത്തിൽ തരീഖത്ത് എന്ന് പറഞ്ഞാൽ. ശരീഅത്ത്, തരീഖത്ത്, ഹഖീഖത്ത് ഇങ്ങനൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അറിയണവരോട് പറയാണ്. ശരീഅത്ത് പരിപൂർണമായി തരീഖത്തിലേക്ക് കയറി ഹഖീഖത്ത് കിട്ടുക, അതുള്ള അതിക്കിയാലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. മനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിൻ്റെ അതിക്കിയാലൊക്കെ അത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നും പാലിക്കാതെ ഏതോ ചില കള്ളന്മാർ ഞാൻ വലിയ ഔലിയാണെന്നും പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ പിന്നാലെ അങ്ങ് കൂടുകയാണ്. എന്നിട്ട് അതിൻ്റെ പിന്നാലെ എന്തൊക്കെ പരിശുദ്ധ ദീനിന് ഒരിക്കലും നിരക്കാത്ത തനി കുഫിയത്ത് വാദങ്ങളുമായി ഈ തരീഖത്തുകളൊക്കെ നടക്കുമ്പോൾ ഞാൻ പറയണത്, ഇതിലൊന്നും പെട്ടുപോകാതെ നമ്മുടെ ഈമാൻ നമ്മൾ സംരക്ഷിക്കുക. ഈമാൻ നഷ്ടപ്പെട്ടാൽ ഒരു ബേജാറാണ്. കഴുത്ത് പോയാലും പേടിയില്ല, കാരണം മരിക്കും എല്ലാവരും. പക്ഷേ ഈമാൻ നഷ്ടപ്പെട്ടിട്ടാണ് മരിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിത അപകടത്തിലാവും, എന്നേക്കുള്ള ജീവിത അപകടത്തിലാവും. അതുകൊണ്ട് സൂക്ഷിക്കുക. ഇതുപോലുള്ള കള്ളത്തരീക്കത്തുകൾ അത് കേൾക്കാനും അതിൻ്റെ പിന്നാലെ പോകാനും അതിനൊന്നും സമയം കാണരുത്. വളരെ അപകടമാണ്. നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്താനുള്ള, ഈമാൻ പോക്കറ്റടിക്കാനുള്ള ബിദഈ കക്ഷികളാണ് ഈ തരീക്കത്തുകളും അതുപോലെ മുജാഹിദ് ജമാഅത്ത് തുടങ്ങിയതെല്ലാം എന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് വിവരമില്ലാത്ത ഒരുപാട് സാധുക്കളായ ആളുകൾ പലതും കേട്ടിട്ട് അതും ശരിയാണോ ഇതും ശരിയാണോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. അവരോടാണ് ഞാൻ പറയുന്നത്, സൂക്ഷിക്കണം, നമ്മുടെ ഈമാൻ സംരക്ഷിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. അള്ളാഹു കൽബിൻ്റെ അകത്തിളത്ത് കത്തിച്ചു വെച്ചൊരു തിരിയാണ് ഈമാൻ. അത് കെട്ടുപോകാതെ സൂക്ഷിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.